ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ പിന്നെയും നമുക്ക് ഒരുമിച്ച് കർത്തൃസന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് ഇപ്രകാരം കടന്നു വരുവാൻ കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. നമ്മൾ എഫേസ് ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫേസ് ലേഖനം 3-ാം അധ്യായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങൾ വായിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തൻ്റെ രണ്ടാമത്തെ പ്രാർത്ഥനയാണ് പ്രസ്തുത വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ആ വാക്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. എഫേസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാവുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ താനിവിടെ പ്രധാനമായിട്ടും 3 വിഷയങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, പിതാവായ ദൈവം ആ വിശ്വാസികൾക്ക് വരം കൊടുക്കേണ്ടതിന്. എന്തിനു വരം കൊടുക്കണം? 2 കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചിന്തിച്ചത്. ഒന്ന്, അവർ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. 2, ക്രിസ്തു വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. ഈ 2 കാര്യങ്ങൾക്കും വരം കൊടുക്കേണ്ടതിനായിട്ട് താനവിടെ പ്രാർത്ഥിക്കുകയാണ്. ഈ 2 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ വിശദമായിട്ട് ചിന്തിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത് താൻ പ്രാർത്ഥിക്കുന്നത് 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവർ പ്രാപ്തരാകേണ്ടതിന്. ദേ മേ ബി ഏബിൾ, അതായത് എന്തോ ഒരു കാര്യത്തിന് അവർ പ്രാപ്തരാകേണ്ടതിന്, കഴിവുള്ളവരാകേണ്ടതിന്. അപ്പം ആദ്യത്തെ 2 കാര്യങ്ങൾ ദൈവം അവർക്ക് വരം കൊടുക്കുകയാണ് ചെയ്തതെങ്കിൽ ഈ 2 കാര്യങ്ങൾ അവർ പ്രാപ്തരാവുക, സ്വയമായിട്ട് അവർ പ്രാപ്തരാകണം എന്ന് അപ്പോസ്തലനോട് പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അവർ പ്രാപ്തരാകണം എന്ന് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചാൽ 17-ാം വാക്യത്തിൻ്റെ അവസാനം നമ്മൾ വായിക്കുന്നു, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകേണ്ടത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്ക് ഇവർ പ്രാപ്തരാകണം എന്നാണ് അപ്പോസ്തലനിലൂടെ പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, അവർ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കുവാൻ അവർ പ്രാപ്തരാകണം. പിന്നെ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് അതാണ്, ആ വിഷയമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്, അവർ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി തീരണം. എഫെസോസിലെ ദൈവമക്കളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ താൻ പ്രാർത്ഥിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ആ ദൈവമക്കൾ അവർ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരാവുക. അവിടെ 2 പ്രയോഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, വേരൂന്നുക. 2, അടിസ്ഥാനപ്പെടുക. ഇവിടെ സ്നേഹത്തിൽ. എന്താ ഈ 2 പ്രയോഗങ്ങളുടെയും അർത്ഥം? വേരൂന്നുക, അടിസ്ഥാനപ്പെടുക എന്ന് പറയുന്ന ഈ 2 പ്രയോഗങ്ങളുടെയും അർത്ഥം എന്താ? ഞാനൊന്ന് വിശദീകരിക്കാം. വളരെ ലളിതമായിട്ടുള്ളൊരു ഉദാഹരണത്തിലൂടെ ഞാനത് വിശദീകരിക്കാം. ഇപ്പം നമ്മൾ ഒരു വീട് പണിയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ആ വീടിൻ്റെ അടിസ്ഥാനം ഇടുകയാണ് ചെയ്യുന്നത്. അടിസ്ഥാനം നിർമ്മിക്കും. എന്നിട്ട് ആ അടിസ്ഥാനത്തിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വീട് കെട്ടി ഉയർത്തുന്നത്.
അപ്പം ഈ വീട് എപ്പോഴും നിൽക്കുന്നത് ഈ അടിസ്ഥാനത്തിന്മേലാണ് നിൽക്കുന്നത്. അപ്പം ഇന്നലെ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ വീട് എവിടെ ഉണ്ടായിരുന്നു? ആ അടിസ്ഥാനത്തിന്മേലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴും നമ്മുടെ വീട് എവിടെ തന്നെ ഉണ്ട്? ആ അടിസ്ഥാനത്തിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴും ആ അടിസ്ഥാനത്തിൽ തന്നെ ഉണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ നാളെ രാവിലെ എഴുന്നേറ്റ് നോക്കിയാലും ഇത് എവിടെ തന്നെ കാണും? ആ അടിസ്ഥാനത്തിൽ തന്നെ കാണും. എന്നുവെച്ചാൽ അടിസ്ഥാനപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൂവ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്, മാറാതിരിക്കുക എന്നുള്ളതാണ്, അവിടെ തന്നെ ഉറച്ചു നിൽക്കുക. ഇനി ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ഈ വീട് ഈ അടിസ്ഥാനത്തിൻ്റെ മുകളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നത്തെ പ്രശ്നം എന്താ വെച്ചാൽ ആ വീടിന് നിലനിൽപ്പില്ലെന്നുള്ളത്. ഇത് മൊത്തം എന്ത് ചെയ്യും? ഇടിഞ്ഞ് താഴെ വരും എന്നുള്ളതാണ് പിന്നത്തെ വിഷയം. അപ്പോൾ വീടായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഈ അടിസ്ഥാനത്തിൽ തന്നെ നിൽക്കണം, എങ്കിലേ ഇത് വീടായിട്ട് നിൽക്കുകയുള്ളൂ. ഈ അടിസ്ഥാനത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് വീട് എന്നുള്ള പേരിലൊരു നിലനിൽപ്പില്ല. അത് വെറും ഒരു ചണ്ടിക്കൂമ്പാരമായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ അത് അടിസ്ഥാനപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ബീയിങ് ഗ്രൗണ്ടഡ്, ബീയിങ് ഫൗണ്ടഡ്. അപ്പം അവിടെ നമ്മൾ അടിസ്ഥാനപ്പെട്ടിരിക്കുക ചെയ്യുന്നത് എവിടെ? സ്നേഹത്തിൽ. ഇനി രണ്ടാമത് അവിടെ പറഞ്ഞിരിക്കുന്ന പ്രയോഗം വേരൂന്നുക എന്നാണ്. സെയിം അർത്ഥം തന്നെയാണ്, സെയിം അർത്ഥമാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മുടെ വീട്ടിൽ ഒരു മാവിൻ്റെയോ പ്ലാവിൻ്റെയോ തെങ്ങിൻ്റെയോ എന്തെങ്കിലും ഒരു തയ്യ് നമ്മൾ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ നട്ട അവിടെ വേര് പിടിച്ച് അവിടെയാണ് അത് വളരുക. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഒരു തെങ്ങ് നട്ടെന്ന് വെച്ചോ. അപ്പോൾ ഈ തെങ്ങ് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ആ ഒരു ഏരിയയിലാണ് അത് വേര് പിടിച്ച് അത് വളരുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോൾ നോക്കിയാലും ആ തെങ്ങ് എവിടെ തന്നെ കാണും? അവിടെ തന്നെ കാണും. കാരണം അത് വേര് ഊന്നിയിരിക്കുന്നത് അവിടെയാണ്. അതൊരിക്കലും ഒരാഴ്ച കഴിയുമ്പോൾ അവിടെ നിന്ന് മാറിയിട്ട് നിങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ പോയി നിൽക്കില്ല. അങ്ങനെ നിന്നാൽ പിന്നെ ആ തെങ്ങിന് നിലനിൽപ്പില്ലെന്നുള്ളതാണ്. അത് എവിടെയാണോ വേര് ഊന്നിയിരിക്കുന്നത് അവിടെ സ്ഥിരമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ എക്സിസ്റ്റൻസിന് ഒഴിവാക്കാനാകാത്ത, അതിൻ്റെ നിലനിൽപ്പിന് ഒഴിവാക്കാനാകാത്ത കാര്യം. രണ്ട് പ്രയോഗങ്ങൾ, ഒന്ന് അടിസ്ഥാനപ്പെട്ടവർ, രണ്ട് വേരൂന്നിയവർ. രണ്ടും ഒരേ അർത്ഥമാണ്. എവിടെയാണോ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്, എവിടെയാണോ വേരൂന്നിയിരിക്കുന്നത്, അവിടുന്ന് ഇളകാതെ നിലനിൽക്കുക. ആ നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് നിലനിൽപ്പുണ്ട്, എക്സിസ്റ്റൻസ് ഉണ്ട്. അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സിസ്റ്റൻസ്, നിലനിൽപ്പ് അപകടത്തിലാകും. ഇതാണ് നമ്മൾ പറയുക. അപ്പം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് they should be rooted and founded in love. അവർ സ്നേഹത്തിലാണ് വേരൂന്നുകയും അടിസ്ഥാനപ്പെടുകയും ചെയ്ത് നിൽക്കേണ്ടത്. കാരണം ദൈവസഭയ്ക്കകത്ത് നിന്ന് സ്നേഹമെടുത്തു മാറ്റിയാൽ പിന്നെ മറ്റൊന്നുകൊണ്ടും ഒരു പ്രയോജനമില്ലെന്നുള്ളത്. മറ്റൊന്നുകൊണ്ടും ഒരു പ്രയോജനമില്ല. ഒരു സഭ എന്നുള്ള പേരിന് അർഹതയുണ്ടാകണമെങ്കിൽ അതിനകത്ത് സ്നേഹം ഉണ്ടായിരുന്നേ പറ്റൂ. സ്നേഹത്തിൽ നിന്ന് മാറിയാൽ പിന്നെ അത് സഭയല്ല, അത് വേറെ എന്തെങ്കിലുമായിട്ട് മാറും. അതാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പം അതുകൊണ്ടാണ് പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ദേ ഷുഡ് ബി റൂട്ടഡ് ആൻഡ് ഫൗണ്ടഡ് ഇൻ ലവ്. അവർ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായിരിക്കണമെന്ന്. നോക്കിയാൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഭാഗമുണ്ട്, 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 13-ാം അധ്യായം. നമുക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ് അത്, അല്ലേ? എന്താ അവിടെ പറയുന്നത്?
അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഇതേ അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലുള്ള സഭയോട് പറയുക. എന്താ പറയുന്നത്? അവിടെ പറയുക, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്ര. എന്താ അവിടെ പറഞ്ഞത്? ആ സഭ, കൊരിന്ത് സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് കൃപാവരങ്ങളിൽ ഒന്നിനും കുറവില്ലാത്ത സഭയാണെന്നാണ് നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത് ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയാണെന്നാണ് വായിക്കുന്നത്. അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, വ്യാഖ്യാനമുണ്ട്, രോഗശാന്തിയുണ്ട്, വീര്യപ്രവൃത്തികളുണ്ട്, ജ്ഞാനമുണ്ട്, പരിജ്ഞാനമുണ്ട്, എല്ലാത്തിലും തികഞ്ഞ കൃപാവരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സഭയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സഭയ്ക്കകത്ത് 3-4 ഗ്രൂപ്പായിട്ടാണ് അവർ നിൽക്കുന്നത്. കുറച്ച് പേര് പറയുന്നു ഞങ്ങൾ പൗലോസിൻ്റെ പക്ഷക്കാരെന്ന്, വേറെ കുറച്ച് പേര് പറയുന്നു ഞങ്ങൾ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരെന്ന്, വേറെ കുറച്ച് പേര് പറയുന്നു ഞങ്ങൾ കേഫാവിൻ്റെ പക്ഷക്കാരെന്ന്, വേറെ കുറച്ച് പേര് പറയുന്നു ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരെന്ന്. അങ്ങനെ ഒരു 4 പക്ഷമായിട്ടാണ് നിൽക്കുന്നത്. കൃപാവരത്തിന് കുറവൊന്നുമില്ല, പക്ഷെ സ്നേഹമില്ല. 4 ഗ്രൂപ്പായിട്ട് നിൽക്കുക. ഇത് കേൾക്കുമ്പം ഇന്നത്തെ നമ്മുടെ സഭകളെ കുറിച്ച് പറയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യം. അത് കാരണം ഇന്നത്തെ നമ്മുടെ പല സഭകളും അങ്ങനെ. കൃപാവരങ്ങൾക്ക് എന്തില്ല? ഒരു കുറവുമില്ല. എന്തിനേ കുറവുള്ളൂ? സ്നേഹത്തിനേ കുറവുള്ളൂ. ഗ്രൂപ്പിസമാണ്, പടലപ്പണക്കമാണ്. അത് വന്ന് നേതാക്കന്മാരുടെ പേരിൽ രാഷ്ട്രീയത്തിൻ്റെയും പാനലിൻ്റെയും വോട്ടെടുപ്പിൻ്റെയും ഇലക്ഷൻ്റെയും ഒക്കെ രീതിയിലേക്ക് വരെ ഈ പടലപ്പണക്കം കയറി വന്നു കഴിഞ്ഞു. എന്നിട്ട് പേര് സഭയെന്ന്. പൗലോസ് അവരോട് കൊരിന്തിലുള്ള ആ പടലപ്പണക്കം, ഗ്രൂപ്പിസം, ഓരോ നേതാക്കന്മാരുടെ പുറകിൽ പാനൽ കളിക്കുന്ന സഭയിലെ വിശ്വാസികളെ നോക്കിയിട്ട് പൗലോസ് 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുക, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രയെന്ന്. എന്താണ്? മനുഷ്യരുടെ ഭാഷകൾ എനിക്കറിയാം. ലോകത്തിൽ ഏകദേശം 4000 ചില്ലുവാനും ഭാഷകളുണ്ടെന്നാണ് പറയുന്നത്. ഈ ഭാഷകളൊക്കെ എനിക്കറിയാം. ഞാനൊരു വലിയ ഭാഷാ പണ്ഡിതനാണ്. മാത്രമല്ല എനിക്ക് ദൂതന്മാരുടെ ഭാഷയും അറിയാം. ഇത്രയൊക്കെ ഭാഷകളും ഭാഷാവരവും ഒക്കെ ഉണ്ടായിരുന്നാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ആരാന്നാ പറഞ്ഞ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ. ഇന്ന് നമ്മുടെയൊക്കെ സഭകളിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഉച്ചത്തിൽ ബഹളം വയ്ക്കുകയും അന്യഭാഷ പറയുകയൊക്കെ ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ ആത്മീയൻ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ പൗലോസ് പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നവൻ സ്നേഹമില്ലെങ്കിൽ അവൻ ഭയങ്കര ഒച്ച ഉണ്ടാക്കുന്ന ചെമ്പ. എന്താ ചെമ്പ്? അതിനിട്ട് കൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ്. സൗണ്ടിന് കുഴപ്പമൊന്നുമില്ല. ഒച്ച ഉണ്ടാക്കുന്നവനാണ് ആത്മീയനെങ്കിൽ നമ്മുടെ സഭയിലെ ഏറ്റവും വലിയ ആത്മീകൻ ആരായിരിക്കും എന്നറിയോ? കീബോർഡും നമ്മുടെ മൈക്ക് സിസ്റ്റം ഒക്കെ ആയിരിക്കും ഏറ്റവും വലിയ ആത്മീയൻ. അല്ല, അങ്ങനല്ല. സ്നേഹമില്ലെങ്കിൽ ഈ കലാപരിപാടി കൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്നാണ് പൗലോസ് പറഞ്ഞത്. ഇനി 2-ാം വാക്യത്തിൽ പറയുക, എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും. അപ്പം എനിക്ക് പ്രവചനവരമുണ്ട്, എന്നിട്ട് സകല മർമ്മങ്ങളും, വേറെ ആർക്കും വെളിപ്പെടുത്തപ്പെടാത്ത സകല രഹസ്യങ്ങളും എനിക്ക് ഗ്രഹിക്കാനായിട്ട്, എൻ്റെ പ്രവചനവരത്തിലൂടെ ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞാലും, മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും. അല്ലെ, കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്നു. പൗലോസ് പറയുക, മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും. അപ്പോൾ ഭയങ്കര വിശ്വാസവീരന്മാർ,
മലകളെ നീക്കുവാൻ പാകത്തിന് വരെ വിശ്വാസവീരന്മാരാണെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ലെന്നാണ് പറഞ്ഞത്. നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചിന്തിക്കുന്നത്? ഒരാൾക്ക് പ്രവചനപരം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അയാളെക്കാളും വലിയ ആത്മീകൻ വേറെ ആരും ഇല്ല. ഒരാൾക്ക് മലകളെയൊക്കെ മാറ്റാൻ തക്ക വിശ്വാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന്, അയാളുടെ കാലിൽ ചെന്ന് നമ്മളൊക്കെ കൂടെ കമന്ന് വീഴും. പക്ഷെ പൗലോസ് പറഞ്ഞു, ഇതൊക്കെ ഉണ്ടായിട്ടും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ഞാൻ അടുത്തതാ, എനിക്കുള്ളതെല്ലാം ഞാൻ അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല, ഒരു പ്രയോജനമില്ല. എനിക്കുള്ളതൊക്കെ അന്നദാനം ചെയ്താലും സ്നേഹമില്ലെങ്കിൽ, അപ്പം സ്നേഹമില്ലാതെയും എന്ത് ചെയ്യാം? അന്നദാനം ചെയ്യാം, ചാരിറ്റി ചെയ്യാം, സ്നേഹമില്ലാതെ. അതെങ്ങനെയാ? ഇന്ന് ഏറ്റവും വലിയ ബിസിനസ്സിലൊന്നല്ലേ ചാരിറ്റി? ഞാൻ ചാരിറ്റി ചെയ്യുന്നു, അതിൻ്റെ വീഡിയോയും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ഞാൻ പരസ്യപ്പെടുത്തുന്നു. ഏറ്റവും വലിയ ബിസിനസ്സാണ് അത്. ഇന്ന് ചാരിറ്റിയെ ബിസിനസ്സാക്കിയിരിക്കുന്ന ടീമുകളാണ് നമ്മൾ. ഇന്ന് തുടങ്ങിയതല്ല, കൊരിന്ത് സഭയ്ക്കകത്ത് അന്നേ ഉണ്ടായിരുന്നു, ചാരിറ്റിയെ ബിസിനസ്സാക്കി ചെയ്യുന്നവരുണ്ടായിരുന്നു. അതാ പൗലോസ് പറഞ്ഞു, ഞാൻ അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. ഇതാ എഫേസ്യരിൽ നമ്മൾ വായിച്ചത്. അവർ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായിരിക്കണം. ഒരിക്കലും ആ സ്നേഹത്തിൽ നിന്ന് അവരങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനായിട്ട് പാടില്ല. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അത് സഭയല്ലാതായി മാറും. അതാണ്. അപ്പം ദൈവസഭയുടെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി, ഏറ്റവും വലിയ ദൈവസഭയുടെ അടയാളം എന്ന് പറയുന്നത് സ്നേഹമാണ്. മറക്കരുത്. കൃപാവരങ്ങളല്ല, വിശ്വാസമല്ല. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞത്, ഈ മലകളെ മാറ്റുവാൻ തക്ക അങ്ങനെ അത്ഭുത പ്രവൃത്തികൾക്ക് കാരണമാകുന്ന വിശ്വാസമല്ല, രക്ഷിക്കുന്ന വിശ്വാസമല്ല, അത്ഭുത പ്രവൃത്തികൾക്ക് കാരണമാകുന്ന വിശ്വാസമല്ല, ചാരിറ്റി അല്ല സഭയുടെ അടയാളം എന്ന് പറയുന്നത്. പിന്നെന്താ? സ്നേഹമാണ് അടയാളം. സ്നേഹമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെയൊക്കെ സഭകളിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടിയല്ലേ ഈ സ്നേഹം എന്ന് പറയുന്നത്? ഒന്ന് ശാന്തമായിട്ടൊന്ന് ചിന്തിച്ചാൽ നമുക്ക് ഉപദേശ സംഹിതകളുണ്ട്, ഡോക്ട്രിൻസ് ഉണ്ട്, ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, നമുക്ക് കൃപാവരങ്ങളുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, രോഗസൗഖ്യമുണ്ട്, അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, വിടുതലുണ്ട്, എല്ലാ പരിപാടിയുണ്ട്. പക്ഷെ എന്തില്ല? സ്നേഹമില്ല. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ ചില ഈ കൃപാവരങ്ങൾ അങ്ങോട്ട് ജ്വലിച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ ചില പോസ്റ്റിൻ്റെയും വീഡിയോ ഒക്കെ അടിയിൽ വന്നിടുന്ന കമൻ്റൊക്കെ വായിച്ചു കഴിയുമ്പം ഒരു ലോകമനുഷ്യൻ പറയാൻ മടിക്കുന്ന തെറിയും ഭാഷയുമൊക്കെ അവരുപയോഗിക്കുന്നത്. സ്റ്റേജിൽ കയറിയാലുണ്ടല്ലോ, എൻ്റെ പൊന്നോ, ഒരു തലമുറ ഇതാ എഴുന്നേറ്റ് വരുന്നു എന്നാണ് പറയുക. എന്ത് തലമുറയാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ടോട്ടൽ വേസ്റ്റ്. ഒരു പ്രയോജനമില്ലെന്നാണ് പറയുന്നത് സ്നേഹമില്ലെങ്കിൽ. കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ 13-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്താണെന്ന്, അവരെ തിരിച്ചറിയാനുള്ള അടയാളം എന്താണെന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ
നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഒരാൾ കർത്താവിൻ്റെ ശിഷ്യനാണോ അല്ലയോ എന്നറിയാനുള്ള കർത്താവ് വച്ചിട്ടുള്ള അടയാളം എന്ന് പറയുന്നത് അന്യഭാഷയോ പ്രവചനമോ അത്ഭുതങ്ങൾ നടക്കുന്ന വിശ്വാസമോ ചാരിറ്റിയോ കൺവെൻഷനോ പ്രസംഗമോ ഒന്നുമല്ല. സ്നേഹമുണ്ടെങ്കിൽ അതാണ് ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ സ്നേഹം നമുക്കുണ്ടോ? ഈ സ്നേഹം നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരാനായിട്ട് നമുക്ക് കഴിയണം. മറ്റുള്ളവർ എന്തുമാകട്ടെ, കർത്താവ് അവസാന കാലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനമുണ്ട്. അവിടെ പറഞ്ഞിങ്ങനെയാണ്, അധർമ്മം പെരുകുന്നത് കൊണ്ട് പലരുടെയും സ്നേഹം തണുത്തു പോകുമെന്ന്. ഇന്ന് പലപ്പോഴും അതാ സംഭവിക്കുന്നത്. പലതും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അറിയാതെ നമ്മുടെ സ്നേഹവും തണുത്തു പോകുന്നുണ്ട്. രാത്രി കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ, നിൻ്റെ ആ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. മറ്റുള്ളവരെ സ്നേഹിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇല്ലെങ്കിൽ ഇത് സഭയല്ല കേട്ടോ, ഇത് സഭയല്ല. സ്നേഹമില്ലാത്തത് നിങ്ങളെന്തൊക്കെ പ്രകടനങ്ങൾ കാണിച്ചാലും ഈ അകത്ത് സ്നേഹമില്ലെങ്കിൽ അത് സഭ അല്ല. മനസ്സിലാക്കുക. അപ്പം അതാ എഫെസ്യൻസിൽ പൗലോസ് പ്രാർത്ഥിച്ചത്. അവർ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട് വേരൂന്നുക. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടുക എന്ന്. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവമക്കൾ വേരൂന്നേണ്ട, അടിസ്ഥാനപ്പെടേണ്ട മറ്റ് ചില മേഖലകൾ കൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. കൊലോസ് ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, കൊലോസ് ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. നമ്മൾ നേരത്തെ ആ വാക്യം വായിച്ചിട്ടുള്ളതാണ്. കൊലോസ് ലേഖനം 1:23. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും. ഇവിടെ ദൈവമക്കളെക്കുറിച്ച് പറയുക, ആ സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ അടിസ്ഥാനപ്പെട്ടവരായി നിൽക്കുക. സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ എന്താണ് സുവിശേഷത്തിൻ്റെ പ്രത്യാശ? സുവിശേഷം നമ്മളോട് പറയുന്നത്, സുവിശേഷം നമുക്ക് നൽകുന്ന പ്രത്യാശ എന്ന് പറയുന്നത് പാപമോചനവും നിത്യജീവനുമാണ്. പാപമോചനവും നിത്യജീവനുമാണ് സുവിശേഷം നമുക്ക് നൽകുന്ന പ്രത്യാശ. പിശാച് പലപ്പോഴും ആ പ്രത്യാശയിൽ നിന്ന് നമ്മെ ഇളക്കി മാറ്റാനായിട്ട് ശ്രമിക്കും. പിശാച് പലപ്പോഴും നമ്മളുടെ അടുത്ത് വന്ന് ചോദിക്കും, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്ന് എന്താണ് നിനക്കുറപ്പ്? പലപ്പോഴും നമ്മളടുത്ത് വന്ന് ചോദിക്കും, നിന്റെ പാപങ്ങളൊക്കെ ക്ഷമിച്ചു എന്ന് എന്താ നിനക്ക് ഇത്ര ഉറപ്പ്? ദർ ഈസ് ഓൺലി വൺ ആൻസർ. ഒറ്റ ഉത്തരമേ അതിനുള്ളൂ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം എന്നോടത് പറയുന്നു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് ബൈബിൾ നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി മുൻനിർത്തിയിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പ് നൽകുന്നു.
സുവിശേഷത്തിൻ്റെ പ്രത്യാശ, ഇളകിപ്പോകരുത്. 2, നിത്യജീവൻ. എന്താ നിത്യജീവൻ? ദൈവത്തെക്കുറിച്ചുള്ള അറിവാണത് നിത്യജീവൻ. ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് അത്. ഇന്ന് നമ്മുടെ ഉള്ളിൽ ആ നിത്യജീവനുണ്ട്, അറിവുണ്ട്. എന്നാലത് പൂർണ്ണമല്ല. നമ്മൾ ആ ജീവനിൽ വളർന്നു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു നാൾ നാം ആ കർത്താവിനെ മുഖാമുഖമായിട്ട് കാണും. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അന്ന് മുഖാമുഖമായി നമ്മൾ കാണും. അന്ന് അവനെ താനിരിക്കും പോലെ തന്നെ നാം കാണുന്നതാകൊണ്ട് നാമും അവനോട് സദൃശന്മാർ ആകും. ദാറ്റ് ഈസ് ദ കൾമിനേഷൻ ഓഫ് അവർ ഇറ്റേണൽ ലൈഫ്. നമ്മുടെ നിത്യജീവൻ്റെ പൂർത്തീകരണം അവിടെയാണ് സംഭവിക്കുന്നത്. ആ പ്രത്യാശ, അതിൽ അടിസ്ഥാനപ്പെട്ടവരായിരിക്കുക, ഇളകിപ്പോകാതിരിക്കുക. സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ അടിസ്ഥാനപ്പെട്ടവരായിരിക്കുക. 3, കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. എന്താണ്? ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മിക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. ഇവിടെ നമ്മൾ വായിക്കുന്നു, അവനിൽ വേരൂന്നുക. ആരിൽ? ക്രിസ്തുവിൽ വേരൂന്നുക. വേരൂന്നുക എന്നുള്ള പദത്തിൻ്റെ അർത്ഥം നമ്മൾ വിശദീകരിച്ചു. അവിടുന്ന് മാറാതിരിക്കുക. ദാറ്റ് ഈസ് എ പെർമനൻ്റ് റിലേഷൻഷിപ്പ്. ഒരിക്കലും അവസാനിക്കാത്ത ഒരു ബന്ധമാണ്. ഞാൻ അവിടുന്ന് മാറിയാൽ എൻ്റെ നിലനിൽപ്പ്, എൻ്റെ എക്സിസ്റ്റൻസ് തന്നെ അപകടത്തിലാകും. ന്യായപ്രമാണത്തിലോ അല്ലെങ്കിൽ കൽപ്പനകളിലോ അല്ല വേരൂന്നേണ്ടത്. ക്രിസ്തുവിൽ വേരൂന്നുക. ക്രിസ്തുവിൽ വേരൂന്നുക. മറ്റെന്തിലെങ്കിലുമല്ല വേരൂന്നേണ്ടത്. ക്രിസ്തുവിൽ വേരൂന്നുക, അവനിൽ വേരൂന്നുക. എന്തുകൊണ്ട്? അതിൻ്റെ 8-ാം വാക്യം നമ്മൾ വായിക്കുന്നു, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കുവാൻ സൂക്ഷിക്കുവൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾക്കൊത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണം അല്ല. അപ്പം ക്രിസ്തുവിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കൊണ്ടുപോകാനായിട്ട്, ക്രിസ്തുവിൽ നിന്ന് നിങ്ങളെ വേർതിരിക്കാനായിട്ട് തത്വജ്ഞാനവുമായിട്ട് ഫിലോസഫികൾ, പലതരത്തിലുള്ള ജ്ഞാനങ്ങൾ, പലതരത്തിലുള്ള തത്വജ്ഞാനങ്ങളുമായിട്ട് പലരും നിങ്ങളുടെ അടുത്തേക്ക് വരാം. വഞ്ചനയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. അവരാരും നിങ്ങളെ കവർന്നു കളയരുത്. ക്രിസ്തുവിൽ നിന്ന് നിങ്ങളെ പിടിച്ചു മാറ്റി കൊണ്ടുപോകരുത്. ക്രിസ്തുവിൽ വേരൂന്നിയവരായിരിക്കണം. നോക്കിക്കേ, ഒരു ദൈവപൈതൽ അല്ലെങ്കിൽ ഒരു വിശ്വാസി, അവൻ വേരൂന്നേണ്ട, അടിസ്ഥാനപ്പെടേണ്ട 3 മേഖലകളാണ് നമ്മൾ പറഞ്ഞത്. 1, അവൻ ക്രിസ്തുവിൽ വേരൂന്നണം. 2, അവൻ സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ അടിസ്ഥാനപ്പെട്ട് ഇളകാതെ അതിൽ നിൽക്കണം. 3, അവൻ സ്നേഹത്തിൽ വേരൂന്നണം. സ്നേഹത്തിൽ വേരൂന്നണം. അപ്പം അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ ദൈവമക്കളെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുക. അവർ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായിത്തീരണം. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ?
അതോ നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം പലപ്പോഴും മറ്റുള്ളവരെ വിധിക്കുകയും മറ്റുള്ളവരെ കുറ്റം പറയുകയും മറ്റുള്ളവരെ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ നേരെ കീപ്പ് ചെയ്യാനായിട്ട് കഴിയാത്ത രീതിയിലുള്ള അഹങ്കാരവും അഹന്തയും ആത്മീക അഹങ്കാരവുമൊക്കെ നമ്മുടെ മനസ്സിനകത്ത് ഭരിക്കുന്നുണ്ടോ? പലപ്പോഴും സ്നേഹത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ മറ്റുള്ളവരെക്കാൾ ഏതോ രീതിയിൽ വിശുദ്ധനാണ് എന്നുള്ളൊരു ചിന്ത. അത് സ്നേഹത്തിന് തടസ്സമാണ്. അതിന് വേദപുസ്തകം വിളിക്കുന്ന പേര് കപടഭക്തി എന്ന്. കാരണം നമ്മൾ പറഞ്ഞു, യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ എല്ലാവരും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നത് ക്രിസ്തുവേശുവിങ്കലെ വിശ്വാസത്താൽ മാത്രമാണ്. ഞാനും മറ്റുള്ളവരും എല്ലാവരും അവർ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട പാപികൾ മാത്രമാണ്. നാം നീതീകരിക്കപ്പെട്ടെങ്കിൽ അത് നമ്മുടെ സ്വയം നീതി കൊണ്ടല്ല, നാം കൽപ്പനകൾ അനുസരിച്ചത് കൊണ്ടല്ല നാം നീതിമാന്മാരായി തീർന്നത്. യേശുവിൻ്റെ നീതി ദൈവം നമ്മുടെ മേൽ കണക്കിട്ടത് കൊണ്ടാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരിക്കലും മറ്റൊരാളേക്കാൾ നീതിമാനാണ്, വിശുദ്ധനാണ് ഞാൻ എന്ന് ഭാവിച്ച് എനിക്കവനെ ധിക്കരിക്കാനായിട്ട്, അവനെ സ്നേഹിക്കാതിരിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ സ്നേഹിക്കുന്നതിന് ഒന്നാമത്തെ പ്രശ്നം ഇതാണ്: നമ്മൾ മറ്റുള്ളവരെക്കാൾ ഏതോ രീതിയിൽ വിശുദ്ധരാണ് എന്നുള്ള ചിന്ത. രണ്ട്, നാം വിശ്വസിക്കുന്ന വിശ്വാസ സംഹിതകൾ അത് മറ്റു വിശ്വാസങ്ങളെക്കാളൊക്കെ ഏതോ രീതിയിൽ മികച്ചതാണ് എന്നുള്ള ഒരു ചിന്ത. അത് പലപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് തടസ്സമായിട്ട് നിൽക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാൻ കർത്താവ് പറഞ്ഞത്, നിൻ്റെ ഡോക്ട്രിൻസ് എല്ലാം, നിൻ്റെ വിശ്വാസങ്ങളെല്ലാം കൃത്യമായാൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയുമെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞത്. സ്നേഹമാണ് ഒരു സഭയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുക. പ്രിയമുള്ളവരെ, സ്നേഹിക്കാനായിട്ട്, പരസ്പരം സ്നേഹിക്കാനായിട്ട്, നമുക്കുള്ളതുപോലത്തെ വീഴ്ചകൾ മറ്റുള്ളവർക്കുമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീഴുന്നവരെ താങ്ങുവാൻ, വീഴുന്നവരെ കരം പിടിച്ച് നമ്മോടൊരുമിച്ച് നടക്കുവാൻ അവരെ സഹായിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ശൈലിയിലേക്ക് നമുക്ക് പോകാം. പലപ്പോഴും പല സഭകളും ചെയ്യുന്നത്, പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കൊള്ളസംഘങ്ങളുണ്ടായിരുന്നു. കൊള്ളസംഘങ്ങൾ. അപ്പോൾ അവർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. പിന്നെ പറയുന്നത് ഷൂട്ടിംഗ് ദ വൂണ്ടഡ് എന്നാണ് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൊള്ളസംഘം എവിടെയെങ്കിലും കൊള്ളയടിക്കാനായിട്ട് പോയിട്ട് ആരെങ്കിലും അവരെ തിരിച്ച് ആക്രമിച്ചാൽ അവിടെ സംഘത്തിലെ ഒരാൾക്ക് മുറിവേറ്റ് അയാൾ വീണുപോയാൽ ഈ കൊള്ളസംഘത്തിലുള്ളവർ എന്ത് ചെയ്യുന്നറിയാമോ? ആ മുറിവേറ്റ് വീണയാളെ അവർ വെടിവെച്ച് കൊല്ലും. കാരണം ഈ മുറിവേറ്റ അയാൾ പിടിക്കപ്പെട്ടാൽ ഇവിടെ രഹസ്യങ്ങൾ മൊത്തം ചോരുമെന്നുള്ളത് കൊണ്ട് ആ മുറിവേറ്റ് വീഴുന്നവരെ ഇവർ വെടിവെച്ച് കൊല്ലും. ഇന്ന് പലപ്പോഴും നമ്മുടെ സഭകൾ ഇതാ ചെയ്യുന്നത്, ഷൂട്ടിംഗ് ദ വൂണ്ടഡ്. ഒരു സഹോദരനൊരു തെറ്റ് പറ്റിയാൽ, ഒരു സഹോദരൻ്റെ ജീവിതത്തിൽ ഒരു പരാജയം സംഭവിച്ചാൽ അവനെ ചവിട്ടിക്കൂട്ടി നശിപ്പിച്ച്, അവനെ ആത്മീയമായിട്ട് ഞെക്കിക്കൊന്ന് നശിപ്പിച്ച് അവനെ ഇല്ലാതാക്കി കളയുക ചെയ്യുന്നത്. സഭയുടെ ദൗത്യം അതല്ല. സഭയുടെ ദൗത്യം അവനെ എഴുന്നേൽപ്പിച്ച് വീണ്ടും മുൻപോട്ട് നടക്കുവാൻ
സ്നേഹത്തിൽ അവനെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യം. പ്രിയമുള്ളവരെ, മറ്റുള്ളവർ എന്തും ചെയ്യട്ടെ, നമ്മുടെ ജീവിതം നമുക്കതിനായിട്ടൊന്ന് സമർപ്പിക്കാമോ? ആ സ്നേഹത്തിൻ്റെ സാക്ഷ്യം നമ്മിലൂടെ ഉയരട്ടെ. പണ്ടൊരു പാട്ടുകാരൻ ഇങ്ങനെയല്ലേ പാടിയത്? സ്നേഹമാം നിന്നെ കണ്ടവർ പിന്നെ സ്നേഹിക്കാതെ ജീവിച്ചിടുമോ? ദഹിപ്പിക്കണം എന്നെ അശേഷം സ്നേഹം നൽകണം എൻ പ്രഭോ. രാത്രി നമുക്ക് യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, നിന്നെ കണ്ടത് മറ്റുള്ളവരെ സ്നേഹിക്കാനാണ്. എൻ്റെ അഹങ്കാരങ്ങളും എൻ്റെ മറ്റെല്ലാ സ്നേഹത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാം നീ ദഹിപ്പിച്ച് കളഞ്ഞ ആ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ അവിടുത്തേക്ക് സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫെസോസുള്ള ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന, അവർ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടുവാൻ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് തടസ്സമായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളും അവിടുന്ന് എടുത്തു മാറ്റിയിട്ട് അവിടുന്ന് സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണം. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.